അയക്കാം പെണ്ണേ. പക്ഷേ ഇനി വേറെ വേഷമെടുത്ത് ധരിക്കില്ലെന്ന് പ്രോമിസ് ചെയ്യ്. ഹലോ പ്രിയമുള്ളവരെ, നയനം ഭാഗം 56ലേക്ക് സ്വാഗതം. റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നേരം അർദ്ധരാത്രി 12 കഴിഞ്ഞിരുന്നു. നിത നന്നേ തളർന്നിട്ടുണ്ട്. ദീർഘദൂരമുള്ള യാത്രകളും 2 ദിവസം തുടർച്ചയായുള്ള ആഘോഷങ്ങളും ആ സാധു സ്ത്രീയുടെ ഉള്ള ആരോഗ്യത്തെ തളർത്തി. മോഹൻ അവരെ വേഗം റൂമിൽ കൊണ്ടാക്കി കുളിച്ചു മാറാനുള്ളത് എടുത്തു കൊടുത്തു. അപ്പച്ചനോടും അമ്മച്ചിയോടും കുഞ്ഞുമോളോടും കിടന്നോളാൻ പറഞ്ഞുകൊണ്ട് നയന അവർക്കുള്ള റൂം വരെ കൂടെ ചെന്നു. തോമസിനും മക്കൾക്കും കിടക്കാൻ വേറെ റൂമാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. സീത 2 ജഗ് കയ്യിലെടുത്ത് വന്നപ്പോൾ നയന അതിൽ നിന്നൊരു ജഗ് വാങ്ങി അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു. മോളെ, അടുക്കളയിൽ പാലുരിപ്പുണ്ടോ? അമ്മച്ചി കാച്ചി തരാം. ത്രേസി ആ ജഗ് വാങ്ങും നേരം പറഞ്ഞു. സീതെ, പാല് തിളപ്പിക്കാനെടുത്തോ? കുളി കഴിഞ്ഞ് നിതയും വീൽ ചെയർ തള്ളി അങ്ങോട്ട് വന്നു. മകൾക്ക് പാല് കൊടുത്ത് ആദ്യ രാത്രി ആഘോഷിക്കാൻ പറഞ്ഞു വിടാതെ 2 അമ്മമാർക്കും സമാധാനമില്ല. നിങ്ങൾ രണ്ടാളും പോയി കിടന്നോളൂ, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. ആദ്യം മോള് പോയിന്ന് കുളിച്ച് വേഷമൊന്ന് മാറിവാ. 2 പേരെയും നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് സീത നയനയുടെ വിടർത്തിയിട്ട മുടിയിൽ തലോടി. റൂമിലെത്തിയതും നയന വേഷം മാറാൻ നോക്കി. പക്ഷേ വലിയ ഡിസൈനിങ്ങിലുള്ള ആ വസ്ത്രം അനക്കാൻ പോലും കഴിയുന്നില്ല. ഒരു സഹായത്തിന് സീതേച്ചിയെ വിളിക്കാമായിരുന്നെന്ന് മനസ്സിൽ ഓർത്തപ്പോഴാണ് റൂമിൻ്റെ ഡോർ ലോക്ക് വരുന്ന ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ അർജുനാണ്. അവൻ ഷർട്ടിന് മുകളിൽ ധരിച്ച കോട്ട് ഊരിയെടുക്കുന്നുണ്ട്. ഇതെവിടെയായിരുന്നു? ഇത്രയും നേരം ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. വീട്ടിലേക്ക് കയറും നേരം കാണാതായ ആളെ മുറ്റത്തൊക്കെ തെരഞ്ഞ ഓർമ്മയിൽ നയന ചോദിച്ചു. ആ പയ്യൻസിന് എന്ത് പാതിരാത്രി? പാർട്ടി വേണമെന്ന് പറഞ്ഞ് പിറകെ കൂടി അവന്മാർ വിട്ടില്ല. അവർ ഉദ്ദേശിച്ച സംഗതി വാങ്ങിയിട്ടേ അടങ്ങൂന്നുള്ളൊരു വാശി. 2 ദിവസം മുമ്പ് ഒരു ബാച്ചിലർ പാർട്ടി കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ ഞാൻ കൂടെ പോയി അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഷർട്ട് അയച്ച് ദൂരെ എറിയുന്ന കൂടെ അവൻ പറയുന്നുണ്ട്. നയനയുടെ ചിന്തകൾ കാട് കയറുന്നുണ്ട്. നോക്കി പേടിപ്പിക്കണ്ട, ഞാനൊരു തുള്ളി കുടിച്ചിട്ടില്ല. അവന്മാർക്ക് വാങ്ങിച്ചു കൊടുത്തു, തിരികെ പോന്നു, അത്ര തന്നെ. അവൻ മീച്ചു നോക്കുന്നവളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി പറഞ്ഞു. എന്നാലേ ഈ വേഷമൊന്ന് മാറാൻ എന്നെ ഒന്ന് സഹായിച്ചേ. അവൾ പുറംതിരിഞ്ഞു നിന്ന് ജാക്കറ്റിൻ്റെ പിറകിലെ ഹുക്ക് അയക്കാൻ കയ്യെത്തി ശ്രമിച്ചു. അയക്കാം പെണ്ണേ, പക്ഷേ ഇനി വേറെ വേഷമെടുത്ത് ധരിക്കില്ലെന്ന് പ്രോമിസ് ചെയ്യ്. എനിക്ക് നിന്നെ ഇന്ന് അങ്ങനെ മതി. അർജുൻ ഓടിപ്പോയി അവളെ കടന്നു പിടിച്ചു. വിട്ടേ അർജുനേട്ടാ. ആകെ അസ്വസ്ഥതയിൽ നിൽക്കുമ്പോഴാ ഒരു കെട്ടിപ്പിണരൽ. അവൾ അവനെ തള്ളി മാറ്റി. ജാക്കറ്റും സ്കേർട്ടും അയച്ചു മാറ്റാനും പിന്നെ തലയിൽ കുത്തിവെച്ച ഓരോന്നെടുക്കാനും അവൻ അവളെ സഹായിച്ചു. സത്യത്തിൽ 1 മണിക്കൂറിലെ പണിയുണ്ടായിരുന്നു അതിന്. നിത അവൾക്ക് വേണ്ടി വാങ്ങിയ ഓരോ ആഭരണങ്ങളും അവൾ കണ്ണാടിയിൽ നോക്കി ശ്രദ്ധയോടെ ഊരിയെടുത്തു. എന്തൊരു ഭംഗിയാണ് ഇതിൻ്റെ ഡിസൈനുകൾ കാണാൻ. സമയം കിട്ടുമ്പോൾ എല്ലാം ഒന്ന് നേരെ കണ്ടാസ്വദിക്കണമെന്ന് മനസ്സിൽ നനച്ചുകൊണ്ടവൾ ആഭരണങ്ങളിൽ തലോടി. താഴെ സീതേച്ചി പാലെടുത്ത് തരാമെന്ന് പറഞ്ഞു പോയതാ. ഫ്രഷായി അടുക്കളയിൽ ചെന്നിട്ട് എനിക്കത് മേടിക്കണം. അടുക്കള അടച്ചിട്ട് വേണം ആ പാവത്തിനൊന്ന് കിടക്കാൻ. നയന അവളുടെ പിറകെ വാഷ്റൂമിലേക്ക് കയറാൻ വന്നവനെ തടഞ്ഞുകൊണ്ട് പറയുകയും ഒപ്പം വാതിലടക്കുകയും ചെയ്തു. അവൻ മുഖം കറുപ്പിച്ച് അവളെ നോക്കി നിന്നു. കുളി കഴിഞ്ഞൊരു ചുവപ്പ് സാരി ചുറ്റി നയന താഴേക്ക് ഇറങ്ങിച്ചെന്ന്. ഇതെന്താ മോളെ, തല കുളിച്ചിട്ട് നന്നായി തുടക്കണ്ടേ? പുതിയിടത്തെ വെള്ളം ചേരുമോ എന്നൊന്നും അറിയില്ലല്ലോ. അവർ പറയുകയും തൊട്ടടുത്ത് നിന്നൊരു ടർക്കി എടുത്ത് വെള്ളം ഇറ്റി വീഴുന്ന മുടി തുടച്ചു കൊടുക്കുകയും ചെയ്തു. നീരജയെ കാണാൻ വന്നിട്ട് 4 ദിവസം ഈ വീട്ടിൽ താമസിച്ച കാര്യം പാവം ആ സീതക്കറിയില്ലല്ലോ. രാജേട്ടനെവിടെ? സീത മുടി ഉയർത്തുമ്പോൾ അവരിളക്കുന്ന തല നേരെ പിടിച്ചു നയന അവരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. വെളിയിൽ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഞങ്ങൾ അവിടെയാ താമസിക്കുന്നത്. ഇത്ര മാത്രമേ സ്വർണ്ണം എടുത്തിട്ടുള്ളൂ? അവളുടെ കയ്യിൽ കിടക്കുന്ന വലിയ 2 വളയിലേക്കും കഴുത്തിലെ താലിയിലും കൈവച്ച് അവർ നെറ്റിച്ചുളിച്ചു. നയന അവരെ നോക്കി പുഞ്ചിരിച്ചു. അധികം ആഭരണമിട്ട് എനിക്ക് ശീലമില്ലല്ലോ ചേച്ചി. അപ്പോൾ പിന്നെ സിമ്പിളാ നല്ലത്. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെ. സാരിത്തുമ്പ് ദേഹത്തേക്ക് പിടിച്ചു സീത കൈകെട്ടി നിന്നു. കിടന്നോളൂ, ക്ഷീണം കാണും. തിണ്ണയിൽ വെച്ച പാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് അവൾ തിരിഞ്ഞതും സംസാരത്തിനിടയിൽ അതവളുടെ കയ്യിൽ കൊടുക്കാൻ മറന്നുപോയല്ലോ എന്നോർത്ത് സീതയും നിന്നു. പാലും കൊണ്ട് മുകളിലേക്ക് കയറി ചെന്നപ്പോൾ അർജുൻ പുതപ്പ് മൂടി കിടന്നുറങ്ങുന്നുണ്ട്. എന്തോ അവൾക്ക് അത്രമേൽ ക്ഷീണം തോന്നിയില്ല. ആ കിടക്കുന്നവൻ്റെ ഉറക്കം നാട്യമാണോ എന്നൊരു സംശയം അവൾക്ക് ഇല്ലാതില്ല. എൻ്റെ പൊന്നേ, ഈ പാല് കുടിച്ച് വേണം ജീവിതം തുടക്കാൻ എന്നാ വെപ്പ്.
നയന അർജുൻ്റെ അരികിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് അവൻ്റെ കവിളിൽ തലോടി. നെറ്റിയിൽ തൊട്ടപ്പോഴും അവൻ അങ്ങനെ തന്നെ കിടക്കുന്നു. നയന സംശയത്തോടെ ദേഹത്ത് പതിയെ തൊട്ടു നോക്കി. എന്നിട്ടും പ്രതികരണമൊന്നുമില്ല. വിരലുകൾ കൊണ്ട് മിഴികളിൽ തൊട്ടു നോക്കിയെങ്കിലും അർജുൻ ഒരനക്കവുമില്ലാതെ കിടന്നു. പതിയെ അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു നോക്കിയിട്ടും അർജുൻ ഗാഠനിദ്രയിലായിരുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ അവൾ ആ പാൽ ഗ്ലാസ് അരികിലെ ടേബിളിൽ വെച്ചു. അവൻ്റെ താളാത്മകമായ ശ്വാസോച്ഛ്വാസവും ആ മുഖത്തെ നിഷ്കളങ്കമായ ശാന്തതയും കണ്ടപ്പോൾ നയനക്കൊരു കാര്യം ഉറപ്പായി. ആൾ അഭിനയിക്കുകയല്ല, ശരിക്കും ഉറക്കത്തിൻ്റെ ലോകത്താണ്. അവനോട് തൊട്ടു ചേർന്ന് കിടന്നു അവൾ ആ ബെഡ് സ്വിച്ച് ഓഫ് ചെയ്തു. ഒന്നുറങ്ങി നെഞ്ചിലും കവിളിലും നല്ല ചൂട് അനുഭവപ്പെട്ടതും നയന പതിയെ കണ്ണു തുറന്നു. അവളുടെ ദേഹവും വിയർത്തിട്ടുണ്ട്. തന്നോട് ഇഴകി ചേർന്ന് കിടക്കുന്ന അർജുൻ്റെ ശരീരമാണ് ചുട്ടുപൊള്ളുന്നത് എന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. നയന ആദ്യം ചാടി എഴുന്നേറ്റു അവനെ മലർത്തി കിടത്തി. അവൻ്റെ കണ്ണുകൾ ചലിക്കുന്നുണ്ട്. എന്താ പറ്റിയ അർജുനേട്ടാ, വയ്യേ? അവൾ അവൻ്റെ കൈക്കുള്ളിലും മുഖത്തും വീണ്ടും വീണ്ടും തൊട്ടുനോക്കി. അവൻ മിണ്ടുന്നില്ല. അത്രമേൽ അവൻ തളർന്നിരിക്കുന്നു. വാതിലിലേക്കൊന്ന് നോക്കി നയന ഓടുന്നതൊക്കെ അബോധാവസ്ഥയിലും അർജുൻ അറിയുന്നുണ്ട്. ഇന്നലെ ഉടുത്തു വന്ന സാരി തന്നെയാണ് നയനയുടെ വേഷം. മാറ്റിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ഉറങ്ങിപ്പോയില്ലേ? നയന ഗോവണി ഇറങ്ങി താഴെ ഹാളിലെത്തി. അമ്മച്ചി, നിതാമ്മ. അവൾ വെപ്രാളപ്പെട്ട ആ വീടാകെ ചുറ്റി നടന്നു. പിന്നെ നേരെ അടുക്കളയിൽ പോയി. അവിടെ സീത തിരക്ക് പിടിച്ചുള്ള ജോലിയിലാണ്. സീതേച്ചി, അവരൊക്കെ എവിടെ? അവൾ അടുക്കള വാതിൽക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു. എല്ലാവരും മുറ്റത്തുണ്ടല്ലോ. എന്താ മോളെ? മറുപടി കിട്ടിയതും തിരിഞ്ഞോടുന്നവളോടായി സീത ചോദിച്ചു. പക്ഷെ അപ്പോഴേക്കും നയന ഹാളും കടന്നു പോയിട്ടുണ്ട്. അവൾ കിതച്ചുകൊണ്ട് സിറ്റൗട്ടിൽ ഓടിയെത്തിയപ്പോൾ തന്നെ നിതയും ത്രേസ്യയും കുഞ്ഞുമോളും മുറ്റത്ത് നിന്ന് കയറി വന്നു. നിതയ്ക്ക് വീൽചെയറും കൊണ്ട് വരാൻ പടിക്കെട്ടിനരികിലൂടെ റാമ്പുണ്ട്. അവർ ആ വഴിയെ വന്നപ്പോൾ ത്രേസ്യയും കുഞ്ഞുമോളും പടി കയറി വന്നു. കുറച്ചു മുമ്പ് മോഹനും കോശിയും രാജനും തോമസും മക്കളും മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവരെ യാത്രയാക്കാൻ ഇറങ്ങിയതാണ്. ആഹാ, കുട്ടി എഴുന്നേറ്റോ? ഇതെന്താ, കുളിച്ചില്ലേ? നിത അവളെ അടിമുടി നോക്കി ചോദിക്കുമ്പോൾ ആകെ ചമ്മി വിളറിയ നോട്ടത്തോടെ ത്രേസ്യ അവരെയും പിന്നെ മകളെ നോക്കി കണ്ണുരുട്ടുകയും ചെയ്തു. അവിടെ പറയുന്നേരം അവൾ പിറകിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അർജുനേട്ടന് തീരെ വയ്യ, ദേഹം നല്ല ചൂടുണ്ട്. അയ്യോ, ഹോസ്പിറ്റലിൽ പോവായിരുന്നോ? നിത തൻ്റെ ഇലക്ട്രിക് വീൽചെയറിൽ ഹാളിലേക്ക് കടന്നു വന്നു. എല്ലാവരും അർജുനെ നോക്കാൻ ഗോവണിപ്പടി കയറിപ്പോയപ്പോൾ നിത താഴെയിരുന്നു. ആ പടിക്കെട്ടുകൾ കയറി തൻ്റെ മകനെ തൊട്ടു നോക്കാൻ കഴിയാത്ത നിസ്സഹായതയിൽ അവരിരുന്നു. മാഡം, എന്താ പ്രശ്നം? കുഞ്ഞിന് വയ്യേ? നിത അവരുടെ അടുത്തേക്ക് വന്നു. ഇല്ല, അവന് പനിയാണെന്ന് പറയുന്നു നയന. ഞാൻ മോഹനേട്ടനെ വിളിക്കട്ടെ? പറയുകയും ഒപ്പം ഫോണെടുത്ത് വിളിച്ചു. സമയം കഴിഞ്ഞതും നയനയുടെ തോൾ പിടിച്ചു അർജുൻ താഴേക്കിറങ്ങി വന്നു. തളർച്ചയോടെ അവൻ ആ സോഫയിലിരുന്നു ചാഞ്ഞു കിടന്നു. നിത അവൻ്റെ അരികിൽ വന്ന് കൈകളിലും നെറ്റിയിലും പിടിച്ചു. അടുത്ത് നിൽക്കുമ്പോഴേ അറിയുന്നുണ്ട് ആ ദേഹത്തെ ചൂട് കൊണ്ടുള്ള ആവി. വൈറൽ ഫീവർ ആകും. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ട്രിപ്പിടാം. അവൻ്റെ കയ്യിലെ പൾസ് നോക്കിക്കൊണ്ട് നിത പറഞ്ഞു. പുറത്തു പോയവരൊക്കെ വന്നതും അവനെ കൂട്ടി അവർ ഹോസ്പിറ്റലിൽ പോയി. അവനെ മടിയിൽ കിടത്തി നയന പിൻസീറ്റിൽ ഇരുന്നപ്പോൾ മോഹൻ ഡ്രൈവിംഗ് സീറ്റിലും തോമസ് കോ ഡ്രൈവിംഗ് സീറ്റിലും ഇരുന്നു. അവരുടെ കാർ റോഡിലേക്ക് ഇറങ്ങുന്നത് നിറകണ്ണുകളോടെ രണ്ട് അമ്മമാരും കോശിയും കൂടെ സീതയും രാജനും മക്കളൊക്കെ നോക്കി നിന്നു. നയന, നീ പേടിച്ചോ പെണ്ണേ? ഞാൻ തട്ടിപ്പോകുമെന്ന് കരുതിയോ? അവൻ അരികിലിരുന്നു ആ തലമുടിയിൽ പതിയെ തലോടി ഇടക്ക IV ബാഗിൽ നിന്ന് ഇറ്റി വീഴുന്ന തുള്ളികളെയും അവനെയും നോക്കിക്കൊണ്ടിരിക്കുന്നവളെ ചൊടിപ്പിക്കാനുള്ള ചോദ്യം. അർജുനേട്ട, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒന്നും മിണ്ടാതെ കിടന്നേ. അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. ഞാൻ മരിച്ചാൽ നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരണം. ഞാൻ കത്തിയിരിഞ്ഞ് അവസാനം ഒരു പിടി ചാരമാവുമ്പോൾ അതെൻ്റെ മമ്മയുടെ അരികിൽ തന്നെ സൂക്ഷിക്കണം. മരണശേഷമെങ്കിലും ആ മടിത്തട്ടിൻ ചൂട് ഞാനൊന്നറിഞ്ഞോട്ടെ. അർജുനേട്ടൻ, നാക്കടക്കി വെക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോകും. സങ്കടം കടിച്ചു പിടിച്ച് അവനോട് കയർത്തു. 3:45 കഴിഞ്ഞിട്ടുണ്ട്.
അത് തീർന്നാൽ വീട്ടിൽ പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ദേഹത്തെ ഹൈ ടെമ്പറേച്ചർ കാരണം അർജുന് കണ്ണുപോലും തുറക്കാൻ കഴിയാത്ത അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. റൂമിൽ അഡ്മിറ്റ് ചെയ്തതും ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്തതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ചൂടൊക്കെ പോയി ഒന്ന് വിയർത്തു. ഇപ്പോൾ അവൻ്റെ വാ തുറന്നു, കണ്ണു തെളിഞ്ഞു. അതോടെ ആ പാവം പെണ്ണിനെ സങ്കടപ്പെടുത്താനും തുടങ്ങി. ട്രിപ്പ് തീരാറായോ? മോഹൻ വന്ന് അവരുടെ റൂമിൻ്റെ വാതിൽ തുറന്നു. അവൻ ഉറങ്ങാണെന്ന് കണ്ട് മോഹനും തോമസും ഒന്ന് പുറത്തേക്ക് പോയതായിരുന്നു. കുറച്ചുകൂടെ ഉണ്ട് അങ്കിൾ, മറുപടി പറഞ്ഞത് അർജുനാണെന്ന് കണ്ട് മോഹൻ്റെ മുഖത്ത് ആശ്വാസച്ചിരി. അത് ശരി, ആളങ്ങോട്ട് ഉഷാറായല്ലോ. തോമസ്, അവൻ്റെ പനിയൊക്കെ പമ്പ കടന്നു. ഞങ്ങളങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോഴേക്കും ഇവിടെ എന്ത് മായാജാലമാണ് നടന്നത്. നയനയുടെ കരഞ്ഞ കണ്ണുകൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും മോഹൻ അതേക്കുറിച്ചൊന്നും ചോദിക്കാതെ അവനെ തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു, കൊച്ചു പേടിച്ചോ? ചെറിയൊരു പനിയല്ലേ എന്നും പറഞ്ഞ് തോമസ് അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ സങ്കടം ഒതുക്കിക്കളയാൻ കിട്ടിയ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വിതുമ്പിക്കൊണ്ടവൾ പൊട്ടിക്കരഞ്ഞു. അവരിങ്ങ് എത്താനായിന്നല്ലേ സാറ് പറഞ്ഞത്? സീത നിധയോട് ചോദിച്ചു. അർജുനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകാൻ ധൃതി കൂട്ടുമായിരുന്നു നിധ. മോഹനെ വിളിച്ചു കാര്യം പറഞ്ഞപ്പോൾ അവർ ഡിസ്ചാർജ് വാങ്ങി പുറപ്പെട്ടു എന്നറിഞ്ഞു. അവരെയും കാത്തുള്ള ഇരിപ്പാണ്. അകത്ത് വന്നിരുന്നോളൂ, ഞാൻ കഴിക്കാനുണ്ടാക്കിയതെടുക്കാം. രാവിലെ തന്നെ ആരും ഒന്നും കഴിച്ചില്ല. ഉമ്മറത്തിരുന്ന് റോഡിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന നിധയോട് സീത പറഞ്ഞു. മുറ്റത്ത് കോശിയും ത്രേസ്യയും കുറച്ചപ്പുറം മാറി കുഞ്ഞുമോളും തോമസിൻ്റെ പിള്ളേരും നിൽപ്പുണ്ട്. ആണെങ്കിൽ മുറ്റം വൃത്തിയാക്കുന്ന ജോലിയിൽ മുഴുകിയിരിക്കുന്നു. കല്യാണപ്പിറ്റേന്ന് പെണ്ണിനെയും ചെറുക്കനെയും കാണാൻ വന്നവരൊക്കെ അവൻ ഹോസ്പിറ്റലിലാണെന്ന് വിവരം അറിഞ്ഞു തിരികെ പോയി. സീത ഇപ്പോൾ ഒന്നും വേണ്ട, അവരിങ്ങ് വന്നോട്ടെ. എൻ്റെ മോനെ ഞാനൊന്ന് കണ്ടോട്ടെ. നയനയുടെ അപ്പച്ചനും അമ്മയ്ക്കും ആ കുട്ടികൾക്കും കഴിക്കാൻ കൊടുക്ക്, നിധ പറഞ്ഞു. ഞങ്ങൾക്കും ഇപ്പോൾ ഒന്നും വേണ്ട നിധ. ട്രേസി അവരുടെ അടുത്ത് വന്ന് നിന്നു. കുട്ടികൾക്ക് കൊടുക്ക് എന്ന് നിധ പറഞ്ഞതും സീത അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഹാളിലിരുത്തി വിളമ്പിക്കൊടുത്തു. അല്പം കഴിഞ്ഞതും അർജുനെയും കൊണ്ട് അവരിങ്ങെത്തി. നിധാമ്മ, കാറിൽ നിന്നിറങ്ങി കൈനീട്ടിക്കൊണ്ട് അർജുൻ നിധയുടെ അരികിലേക്ക് ഓടി. ആ കാഴ്ച കണ്ടതും നയനയുടെ ഉള്ളിൽ അവനോട് മൊട്ടിട്ട ദേഷ്യം അലിഞ്ഞുപോയി. അല്ലെങ്കിലും അവനോട് പിണങ്ങി നിൽക്കാൻ അവൾക്ക് കഴിയോ? നീ ഓക്കെ ആയോ മോനെ? വാ, വല്ലത് കഴിക്കാം. എന്നിട്ട് മെഡിസിൻ കുടിച്ച് റെസ്റ്റ് എടുക്ക്. അമ്മയുടെയും മകൻ്റെയും സ്നേഹവായ്പയിൽ മനം കുളിർന്നു. എല്ലാവരും പുഞ്ചിരിയോടെ നിന്നു. സീത അർജുനുള്ള പൊടിയരിക്കഞ്ഞി വെച്ചു. തിളച്ച കഞ്ഞി ആറ്റിക്കുറുക്കി സീത നയനയുടെ കയ്യിൽ കൊടുത്തു. അർജുൻ അവൻ്റെ റൂമിൽ മലർന്നു കിടക്കുകയാണ്. എല്ലാവരുടെയും പരിചരണവും മുഖത്തെ വേവലാതിയും കണ്ട് ചിരിയും വരുന്നുണ്ട്. സത്യത്തിൽ തലമുക്കി വെച്ചാലും പനി വരാത്തവനാ. സത്യത്തിൽ നീ വല്ലതും കണ്ടു പേടിച്ചോടാ? ആരും കാണാതെ അവൻ്റെ തൊട്ടരികിൽ വന്നിരുന്നു മോഹൻ ചോദിച്ചു. തുടരും. അടുത്ത പാർട്ട് കഴിയും വിധം ഉടനെ തരാമെന്ന് നോക്കാട്ടോ. ഇതൊരു പുതിയ രീതിയിലുള്ള എഡിറ്റിങ്ങും വീഡിയോ മേക്കിങ്ങും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ്, സമയമെടുക്കുന്നു. അതുകൊണ്ടാണ് വൈകുന്നത്. എല്ലാവരും കാത്തിരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.